അങ്ങനെ ബെറ്റർ പ്ലേസ്മെൻറ്റ് കിട്ടുമ്പോൾ ഒരു സീറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഒഴുക്കുണ്ടാവും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. പിന്നെ ഒരു പ്രശ്നമുള്ളത് അവിടെയുള്ള ജാതി പിന്നെ ക്രിസ്ത്യാനികളെ ഈ പറയുന്ന റെപ്രസെൻ്റ് ചെയ്ത സഭകളാണ്, പല സഭകൾ. ഈ സഭകൾക്കെല്ലാം ഒരു പൊതുവായിട്ടുള്ള സംഘടന കേരള കോൺഗ്രസ് ആയിരുന്നു. കേരള കോൺഗ്രസ് അതിൻ്റെ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ച് ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ കാലയവനികൾക്കുള്ളിലേക്ക് പതുക്കെ മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ സംസാരിക്കാൻ ഇപ്പോൾ അവർ ഇന്ന് നേരെ സഭകളിലെ പിണറായി വിജയനും മോഡിയൊക്കെ ആയിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷേ അവർക്ക് എഫിഷ്യൻ്റായിട്ട് അവർക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മീഡിയേറ്റർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ആ സ്ഥലത്തേക്ക് സാബു ഉയർന്നു വരുമോ എന്നൊക്കെ ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പം കാണാം. പക്ഷേ സാബു ജേക്കബ് കണ്ടെത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ അങ്ങ് പറഞ്ഞ പോലെ അവരെ ജനങ്ങൾ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു സംശയമില്ലേ? ജനം പലരും കണ്ടെത്തിയ സ്ഥാനാർത്ഥികളെ ജനം എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ സാബുവിൻ്റെ കാര്യത്തിൽ പറ്റി കഴിഞ്ഞാൽ 2 സിനിമാ നടികളെ അദ്ദേഹം കണ്ടെത്തുകയും അത് തെറ്റൊന്നുമല്ല, സിനിമാ നടിയൊക്കെ പലപ്പോഴും രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും. അവർക്ക് പക്ഷേ അവിടെ വോട്ടില്ലാതെ പോയത് ഒരു തമാശയ്ക്ക് കാരണമായിട്ടുണ്ട്. അങ്ങനെ അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഒരു വൺസ് വോട്ടപ്പട്ടിയ പേരുണ്ടെങ്കിൽ കാലാകാലം പേരുണ്ടാവുമെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇവർ ഏതായാലും ഒരു ദിവസം കൊണ്ട് കണ്ടെത്തിയായിരിക്കില്ല, ഇവർ സാബു കയറ്റി യോജിച്ച് പോകുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ എതിർ രാഷ്ട്രീയ പാർട്ടികൾ മുൻകൂട്ടി തന്നെ കണ്ടിട്ട് അവരുടെ പേര് വെട്ടിയിട്ടുണ്ടാവും.